കേരളം വളരെ ഞെട്ടലോടെ കേട്ട വാർത്തയാണ്. പാലക്കാട് പനയംപാടത്തെ വാഹനാപകടം. 4 കുഞ്ഞുങ്ങളുടെ ജീവനെടുത്ത സംഭവം. കരിമ്പ ഹൈസ്കൂളിലെ 4 കുട്ടികളുടെ ജീവനാണ് ആ അപകടത്തിൽ പൊലിഞ്ഞത്. നമുക്കറിയാം, ആ റോഡ് അന്ന് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ആ റോഡ് അശാസ്ത്രീയ നിർമ്മാണത്തിന് പേര് കേട്ട റോഡാണ്. അവിടെ അപകടങ്ങൾ തുടർക്കഥയായിരുന്നു. ഒരു വശം ചരിഞ്ഞ രീതിയിലാണ് റോഡ് നിർമ്മാണം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ തെന്നി മറിഞ്ഞ് അപകടം അവിടെ സ്ഥിരമായിരുന്നു. നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു, പക്ഷേ നടപടിയൊന്നും ഉണ്ടായില്ല. അതിന് അധികൃതരുടെ ആ അനാസ്ഥയ്ക്ക് നൽകേണ്ടി വന്നത് 4 വിലപ്പെട്ട ജീവനുകളായിരുന്നു. കേരളം ഒന്നാകെ ഞെട്ടിയ ഒരു അപകടം കൂടിയായിരുന്നു അത്. അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം എന്ത് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം ആ വാർത്തയിലേക്ക്. ഡിസംബർ 13 നാടിനെ നടുക്കിയ അപകടം. പരീക്ഷ എഴുതി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ലോറി കുട്ടികളുടെ ദേഹത്തേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ചെറുള്ളി അബ്ദുൽ സലാമിന്റെ മകൾ ഇർഫാന ഷെറിൻ, അബ്ദുൾ റഫീഖിന്റെ മകൾ റിദ ഫാത്തിമ, സലാമിന്റെ മകൾ നിദ ഫാത്തിമ, ഷറഫുദ്ദീന്റെ മകൾ സായിഷ എന്നിവരാണ് മരിച്ചത്. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുട്ടികൾക്ക് മുകളിലേക്ക് മറ്റൊരു ലോറിയുമായി കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട സിമന്റ് ലോറി മറിയുകയായിരുന്നു. ഇവരുടെ സഹപാഠി അജ്ന ഷെറിൻ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഒട്ടേറെ അപകട മരണങ്ങൾ നടന്ന കരിമ്പ പനയംപാടം വളവിലായിരുന്നു അപകടം. മരിച്ച 4 പേരുടെയും വീടുകൾ 1/2 കിലോമീറ്ററിനുള്ളിലായിരുന്നു. ഒരു നാടിന്റെ മുഴുവൻ ദുഃഖമായി ഈ അപകടം മാറി. ലോറി അമിത വേഗതയിൽ ഓവർടേക്ക് ചെയ്തെത്തുകയായിരുന്നു. ഈ ലോറി ഇടിച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് സിമന്റ് ലോറി മറിഞ്ഞതെന്ന് ഡ്രൈവർ സമ്മതിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു. നരഹത്യാ കുറ്റത്തിനാണ് ഡ്രൈവർ പ്രജിനെതിരെ കേസെടുത്തത്. അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്നും പനയംപാടം സ്ഥിരം അപകട മേഖലയാണെന്നും നാട്ടുകാർ ആരോപിച്ചു. അപകടത്തെ തുടർന്ന് വൻ ജനരോഷമുയർന്നു. ചെരിഞ്ഞ് മിനുസമുള്ള റോഡാണ് ഇവിടെ വാഹനങ്ങൾ മറിയുന്നതിനും അപകടത്തിൽപ്പെടുന്നതിനും കാരണം. ചെറുതും വലുതുമായ 120-ലേറെ അപകടങ്ങളും 12-ലേറെ മരണങ്ങളും കരിമ്പ പനയംപാടം വളവിൽ മാത്രം സംഭവിച്ചു. അപകടത്തെക്കുറിച്ച് അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പാലക്കാട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ഗതാഗത മന്ത്രി നേരിട്ടെത്തി പരിശോധനകൾ നടത്തി. നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കുമെന്നായിരുന്നു അധികൃതരുടെ ഉറപ്പ്. ന്യൂസ് 18 പാലക്കാട്. 4 കുഞ്ഞുങ്ങളുടെ ജീവനെടുത്ത് 4 കുടുംബങ്ങളുടെ സന്തോഷം തല്ലിക്കെടുത്തിയ സംഭവമാണ്. അന്ന് ഈ അപകടത്തിന് ശേഷം ഗതാഗത മന്ത്രി അവിടെ നേരിട്ടെത്തുന്നു. അദ്ദേഹം വണ്ടി ഓടിച്ച് ആ റോഡിലൂടെ ഓടിച്ച് സ്ഥിതിഗതികൾ പരിശോധിക്കുന്നു. കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുന്നു. അങ്ങനെ ഒരുപാട് നടപടിക്രമങ്ങൾ അവിടെ നടക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ 6 മാസത്തിനിപ്പുറം എന്ത് സംഭവിച്ചു എന്നതാണ് നമുക്കിനി അറിയേണ്ടത്. പനയംപാടത്തെ ആ റോഡ് ഇപ്പോൾ ഏതവസ്ഥയിലാണ്? അതിനുശേഷം അവിടെ എന്തൊക്കെ നടന്നു? നമുക്ക് ആ റോഡ് കാണാം. അവിടുത്തെ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ കേൾക്കാം. ആ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലാണ് അപകട മേഖലയായ പനയംപാടം. റോഡിന്റെ വീതി കൂട്ടിയിട്ടും ഇവിടെ അപകടങ്ങൾക്ക് കുറവുണ്ടായില്ല. നിർമ്മാണത്തിലെ അപാകതയായിരുന്നു പ്രധാന കാരണം. ചരിഞ്ഞ നിലയിലാണ് റോഡ്. ഇത് പരിഹരിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിച്ചിരുന്നു. സ്ഥിരം അപകട മേഖലയായതിനാൽ റംബിൾ സ്ട്രിപ്പ് സ്ഥാപിച്ചിരുന്നു. റോഡിന്റെ ഉപരിതലം ഗ്രിപ്പ് കിട്ടുന്ന വിധത്തിൽ പരുക്കനാക്കിയിരുന്നെങ്കിലും വാഹനങ്ങൾ ഓടി ഓടി വീണ്ടും മിനുസമായി. ഇടവേളയ്ക്ക് ശേഷം പെയ്ത മഴയിലെ വെള്ളവും റോഡിലെ ഓയിലും ലോറിയുടെ അമിത വേഗവുമാണ് 4 കുട്ടികളുടെ ജീവനെടുത്ത അപകടത്തിലേക്ക് നയിച്ചത്. നനഞ്ഞുകിടന്ന റോഡിൽ എതിരെ വന്ന ലോറി വലത്തോട്ട് തെന്നിത്തിരിഞ്ഞതോടെ പിൻവശം സിമന്റ് ലോറിയുടെ മുൻവശത്ത് തട്ടി. ഇതോടെ സിമന്റ് ലോറി റോഡിന്റെ വശത്തേക്ക് നീങ്ങി മറിയുകയായിരുന്നു. റോഡിന്റെ പരിപാലന കാലാവധി കഴിയാൻ 1.5 വർഷം കൂടിയുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാലയളവിൽ അപാകത പരിഹരിക്കാൻ കരാർ കമ്പനിയായ ഊരാളുങ്കലിനോട് നിർദ്ദേശിക്കുമെന്നും അറിയിച്ചിരുന്നു.
എന്നാൽ 7 മാസത്തിനിപ്പുറവും റോഡിന്റെ ചരിവ് മാറ്റാനുള്ള നടപടികൾ ഉണ്ടായില്ല. റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന താൽക്കാലിക ഡിവൈഡറുകൾ സ്കൂൾ സമയങ്ങളിൽ വിദ്യാർത്ഥികളെ റോഡ് മുറിച്ചു കടക്കാനും വാഹനങ്ങൾ നിയന്ത്രിക്കാനും എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇതിലൊക്കെയായി നടപടി ചുരുങ്ങിയെന്ന് നാട്ടുകാർ. പനമ്പാടത്തിലെ കച്ചവടം മൊത്തം പോയി. ഒരാൾക്ക് ഇവിടെ ഒന്ന് സാധനം മേടിക്കാൻ പറ്റാത്ത അവസ്ഥകളിലായി. ഒന്ന് പിന്നെ വണ്ടികളൊന്നും നിർത്തുന്നില്ല. പിന്നെ ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ചെയ്യുന്നു. കുറേ കാലം ചാർജ് ചെയ്തിരുന്നു, പോലീസുകാർ അവിടെ വന്നിട്ട് ചാർജ് ചെയ്തിരുന്നു. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഒരു വണ്ടികളെടുപ്പ് നിർത്തുന്നില്ല. മറ്റവിടെ രാത്രിയിൽ കച്ചവടം ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ രാത്രിയിലൊന്നും കച്ചവടമില്ല. മൊത്തം പിന്നെ ആ കച്ചവടത്തിൻ്റെ കാര്യത്തിൽ മൊത്തം മോശമായി. അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. സാധാരണ ഇതിലേക്ക് ആകണമെന്നുണ്ടെങ്കിൽ ഈ ഡിവൈഡർ മാറ്റി ഇവിടെ റോഡ് പരിക്കനാക്കി കഴിഞ്ഞാൽ അപകടം ഉണ്ടാവില്ലെന്ന് 100% ഉറപ്പാണ്. പിന്നീട് വലിയ അപകടങ്ങൾ ഉണ്ടായില്ല എന്നതാണ് ആശ്വാസമായി നാട്ടുകാർ പറയുന്നത്. അപ്പോഴും ചരിഞ്ഞ റോഡിൽ മഴ പെയ്യുമ്പോൾ തെന്നൽ രൂപപ്പെടുന്നത് ഇരുചക്ര വാഹനക്കാരെ വലയ്ക്കുന്നു. വാഹനങ്ങൾ തെന്നിമറിയുന്നതിന് കാരണമാകുന്നുവെന്നും ഇവർ പറയുന്നു. വഴുക്കലുണ്ട്, വഴുക്കെങ്കിലും ഇങ്ങോട്ട് വരിക വണ്ടി. ചരിവ് ശരിയാക്കണം, വീതി കൂട്ടണം. അത് ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു ഇത് സ്ലൈഡ് ചെയ്ത് വരാം. അതായത് ഒരു ഭാഗത്തേക്ക് ചെരുവാണ്. ഈ ചെരുവിന് ഒരു പരിഹാരം കണ്ടാൽ മാത്രമേ, ഈ കൊല്ലമല്ല കഴിഞ്ഞ കൊല്ലം നമ്മുടെ ഓപ്പോസിറ്റ് ഈ കടയിലേക്ക് ഒരു ലോറി ഇടിച്ചു പോയി. പക്ഷെ ആ സമയത്ത് മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് കുട്ടികളില്ല. ഒരു 4 മണിക്ക് അത് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മഴയായിരുന്നു. അല്ലെങ്കിൽ വലിയൊരു അപകടം ഉണ്ടായിരുന്നു. പിന്നെ ഈ അപകടം നടക്കുന്ന സമയത്ത് ഞാൻ ശബരിമലയിലായിരുന്നു. പക്ഷെ അറിഞ്ഞു അവസ്ഥ തന്നെ റോഡിൻ്റെ ഈ ചെരുവ് പരിഹരിക്കണം. അതുപോലെ 2 ഭാഗത്തും ഡ്രൈനേജ്, ഇതാണ് പ്രധാന പോരായി. ഇല്ലാതെ നമ്മൾ കുറേ ഡിവൈഡർ ഇട്ടതുകൊണ്ടോ പിന്നെ വെള്ളമല്ല, പെട്ടെന്ന് ഒന്നാമത് റബ്ബറൈസ് റോഡാണ്. പെട്ടെന്ന് വണ്ടി ചവിട്ടി കഴിഞ്ഞാൽ, അതായത് ചാറ്റൽ മഴയിൽ പ്രത്യേകിച്ച് സ്ലിപ്പിംഗ് വരുന്നു. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കിയാലാണ് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമായി മാറുള്ളൂ. ശാസ്ത്രീയവും ശാശ്വതവുമായ പരിഹാരമായിരുന്നു പനയമ്പാടത്തിന് വേണ്ടത്. ചെറുതും വലുതുമായ 120-ലേറെ അപകടങ്ങളും 12-ലേറെ മരണവും സംഭവിച്ചതിനു ശേഷവും നടപടിയെടുക്കാതിരിക്കുന്ന കരിമ്പ പനയമ്പാടം വളവിൽ അധികൃതരുടെ അനാസ്ഥയിൽ പൊലിഞ്ഞത് 4 കുഞ്ഞുങ്ങളുടെ ജീവനാണ്. 4 കുടുംബങ്ങളാണ് ഇന്നും ആ കുഞ്ഞുങ്ങളുടെ ഓർമ്മയിൽ ഉരുകിക്കഴിയുന്നത്. അതിനുശേഷവും കണ്ണിൽ പൊടിയിടുന്ന നടപടികൾ മാത്രമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മറുപടി പറയേണ്ടതും അധികൃതരാണ്. 4 ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടും ഇതുവരെ അവിടെ ശാശ്വത പരിഹാരം ഈ 6-7 മാസത്തിന് ഇപ്പുറവും ഉണ്ടായിട്ടില്ല എന്നതാണ് മനസ്സിലാകുന്നത്. ഞങ്ങളുടെ പ്രതിനിധി പ്രജിത്ത് അവിടെ എത്തുമ്പോഴും മഴ പെയ്തിട്ടുണ്ടായിരുന്നു. റോഡ് നമുക്ക് കാണാം, മഴ പെയ്തിട്ടുണ്ടായിരുന്നു. വലിയ ടാങ്കറുകൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അപകടത്തിന്റെ ഭീതിയിലും ഭീഷണിയിലും തന്നെ അവിടെ നിലനിൽക്കുന്നു എന്നതാണ് നമ്മൾക്ക് മനസ്സിലാകേണ്ടത്. അത് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൂടി ന്യൂസ് 18 വെക്കുകയാണ്. നമ്മൾ